പത്തനംതിട്ട പയ്യനാമണ്ണിലെ ക്വാറി അപകടത്തിൽ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലാണ്. തെരച്ചിൽ നിർത്തിവെച്ചിട്ട് 5 മണിക്കൂറായി. രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് വലിയ പാറകൾ അടർന്നു വീഴുന്നത് വലിയ ഭീഷണിയാവുകയാണ്. ബീഹാർ സ്വദേശി അജയരാജിനെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ക്വാറി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായി എന്ന് ആരോപിച്ച് ജനങ്ങൾ ക്വാറിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. कल 2 बजे मेरा फोन किया इधर से। वो मैं उधर से हैदराबाद गया, उधर शमशाबाद में फ्लाइट नहीं था, नाइट में मॉर्निंग में था बोल को अभी आया। मैं हैदराबाद में ड्राइवरिंग करता है। कितना ब्रदर पूरा हमारा 5 ब्रदर, नहीं छोटा ये है। हाँ वो ओनर क्या आपने पूछा? ओनर नहीं बात किया, बोला इधर आने दो, इधर बात करेगा। मैं बोला फोन करके, बोला इधर आओ। जय जय जिंदाबाद, जय जय जिंदाबाद, जय जय जिंदाबाद, जय जय जिंदाबाद, പ്രദേശവാസികളെ സംരക്ഷിക്കുക, പ്രദേശവാസികളെ സംരക്ഷിക്കുക, ജയ് ജയ് സിന്ദാബാദ്, ജയ് ജയ് സിന്ദാബാദ്. ചെങ്കോളം പാറമട ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, എന്തായാലും ഇപ്പോൾ 5 മണിക്കൂറോളമായിട്ട് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. നമുക്ക് നേരത്തെ കണ്ടതാണ്, ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. ഏറെ അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. പാറകൾ അടർന്നു വീഴുകയാണ്. രക്ഷാപ്രവർത്തനം വലിയ തരത്തിൽ ദുഷ്കരമാണ്. വലിയ ക്രെയിനുകൾ എത്തിക്കില്ല എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാകും ഇനി തുടർന്നുള്ള പ്രവർത്തനം? അതുപോലെ തന്നെ പ്രദേശവാസികൾ ഇപ്പോഴും പ്രതിഷേധത്തിൽ തന്നെയാണോ? സ്വാതി, നിലവിൽ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിട്ട് ഇപ്പോൾ 6 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണാം ഈ ദൃശ്യങ്ങളിൽ അവർ NDRF സംഘവും അതുപോലെ തന്നെ RTF സംഘങ്ങളും വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട്. അവർ വീണ്ടും താഴേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. നേരത്തെ രാവിലെ തന്നെ അവർ വടം കെട്ടി ഈ അപകടത്തിൽ തകർന്ന ഹിറ്റാച്ചിക്ക് അടുത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. അതുപോലെ തന്നെ വീണ്ടും വടം കെട്ടി ഈ ഹിറ്റാച്ചിക്ക് അടുത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമമായിരുന്നു നിലവിൽ അവർ വീണ്ടും പുനരാരംഭിക്കാൻ പോകുന്നത്. രാവിലെ അവർ താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നത് 2 വലിയ ക്രെയിനുകൾ കൂടി ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് താഴെ നിന്നും കെട്ടിവലിക്കാനുള്ള ശ്രമമായിരിക്കും നടത്തുക എന്നായിരുന്നു. എന്നാൽ പിന്നീട് ആ തീരുമാനത്തിൽ നിന്നും പിന്നോക്കം പോയിട്ടുണ്ട് ദൗത്യസംഘം. കാരണം ഈ വലിയ ക്രെയിനുകൾ താരതമ്യേന ഒരു ചെറിയ ക്രെയിൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ ക്രെയിനുകൾ ഈ പാറമടയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് ഈ ഭാഗത്തേക്ക് അപകടം നടന്നതിന് സമീപ പ്രദേശത്തേക്ക് എത്തിക്കാനുള്ള സൗകര്യം നിലവിൽ ഇല്ല. കാരണം ഈ വഴികൾ തീരെ ചെറിയ വഴിയാണ്. ആ ഭാഗത്തുകൂടി ഇത്രയും വലിയ ക്രെയിനുകൾ എത്തിക്കുന്നത് പ്രായോഗികമല്ല എന്ന് കണ്ടുകൊണ്ട് ആണ് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ നിന്നും പിന്നോക്കം പോയിരിക്കുന്നത്. പകരം 4 ഹിറ്റാച്ചുകൾ ഇവിടെ കൊണ്ടുവരികയും ഈ തകർന്ന ഹിറ്റാച്ചി കെട്ടിവലിച്ച് താഴേക്ക് ഇറക്കാനുള്ള ശ്രമമായിരിക്കും ഈ ദൗത്യസംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ദൗത്യസംഘം രാവിലെ തന്നെ പറഞ്ഞിരുന്നത് ക്രെയിനുകൾ മുകളിൽ നിന്നും ഹിറ്റാച്ചി മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമം ഉണ്ടായാൽ ഒരു പക്ഷേ ഈ ക്രെയിൻ മറിയുകയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് നയിക്കും. കാരണം നിരവധി സംഘങ്ങൾ ആ ഭാഗത്തുണ്ട്. ക്രെയിന് സമീപമായിട്ട് തന്നെ അവർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രെയിൻ മുകളിൽ നിന്നും തകർന്ന ഹിറ്റാച്ചി ഉയർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാരം താങ്ങാനാവാതെ വന്നു കഴിഞ്ഞാൽ മുകളിലുള്ള ക്രെയിൻ മറിയുന്ന സാഹചര്യം ഉണ്ടാകും. അത് വലിയ അപകടങ്ങളിലേക്ക് ദൗത്യസംഘത്തിൻ്റെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള അപകടത്തിലേക്ക് നയിക്കാമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ദൗത്യസംഘം തീരുമാനിച്ചിട്ടുള്ളത് പകരം ഹിറ്റാച്ചികൾ കൊണ്ടുവന്ന് താഴെ നിന്നും വടം ഉപയോഗിച്ച് ഈ തകർന്ന ഹിറ്റാച്ചിയിൽ ബന്ധിപ്പിക്കുകയും താഴേക്ക് വലിച്ചിറക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ, അങ്ങനെ ആ രീതിയിൽ ഇറക്കാമെന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നിലവിൽ ദൗത്യസംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അല്പസമയം മുൻപ് മുൻ എം എൽ എ ആയ ജോസഫും പുതുച്ചേരി ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ദൗത്യസംഘം താൽക്കാലികമായി ഈ തെരച്ചിൽ നിർത്തിവെച്ചിട്ട് ഇപ്പോൾ 6 മണിക്കൂർ പിന്നിടുന്നു. പക്ഷേ 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ അപകടം സംഭവിച്ചിട്ട്. പക്ഷേ ഇതുവരെയും ഒരാളുടെ മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല.
എന്തായാലും അപകട സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ക്രെയിനുകൾ കൊണ്ടുവരുന്നതിലടക്കം ഹിറ്റാച്ചികൾ കൊണ്ടുവരുന്നതിലടക്കം കാലതാമസം എടുക്കുന്നു എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ ഇന്ന് രാവിലെയും എന്തായാലും അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് താൽക്കാലികമായി. പത്തനംതിട്ട പയ്യനാമണിലെ ക്വാറി അപകടത്തിലാണ് രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിൽ. എന്നാൽ വലിയ തരത്തിൽ പ്രതിഷേധവുമായി പ്രദേശവാസികളും രംഗത്ത് എത്തിയിട്ടുണ്ട്. ആ വിവരങ്ങളാണ് ശ്രീരാജ് ബാബു നൽകിയത്.